ഹലോ ഫ്രണ്ട്സ്, അപ്പൊ നമ്മളിപ്പോ നിൽക്കുന്നത് ആദിത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹെൽത്ത് ആൻഡ് സയൻസ് എന്ന കോളേജിലാണ്. കോയമ്പത്തൂരിലെ തന്നെ വൺ ഓഫ് ദി ബെസ്റ്റ് കോളേജിൽ ഒരെണ്ണമാണ്. അപ്പോൾ എന്റെ കൂടെ ഉള്ളത് അൻഷിത ഫെബിനാണ്. ആള് ഏത് ഡിപ്പാർട്ട്മെന്റിലാടാ? BSc RIT ആണ്. എവിടെന്നാ വരുന്നേ? മലപ്പുറത്ത്. എങ്ങനെ ആദിത്യയെ കുറിച്ച് അറിഞ്ഞത്? ഒരു ഏജൻസി വഴി അറിഞ്ഞതാണ്. കോളേജ് വന്ന് കണ്ടിട്ട് തന്നെയാണോ അഡ്മിഷൻ എടുത്തത്? എങ്ങനെയായിരുന്നു വന്നപ്പോഴുള്ള ഒരു കോളേജിന്റെ ഒരു അറ്റ്മോസ്ഫിയറും? എങ്ങനെ വന്നപ്പോ ഇഷ്ടായി മൊത്തത്തില്. ഇപ്പൊ കോഴ്സ് കാര്യങ്ങളൊക്കെ എങ്ങനെ പോകുന്നുണ്ട്? പഠിക്കാനൊക്കെ ഈസി ആണോ? RIT വരുമ്പോ ഫിസിക്സ് വരുന്നുണ്ട്. അപ്പൊ കുഴപ്പമില്ലാതെ പോകുന്നു. നന്നായിട്ട് പഠിക്കാൻ പറ്റുന്നുണ്ട്. ഇപ്പൊ ഫാക്കൽറ്റി ഒക്കെ എങ്ങനെയാണ്? അവര് എടുക്കണത് ക്ലാസ് മനസ്സിലാവുന്നുണ്ട്. അത്യാവശ്യം കമ്പനിയാണ്. ഓക്കെ. അപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ കോമൺ ആയിട്ട് കുറച്ച് സബ്ജക്ട്സ് ഉണ്ടാവുമല്ലോ ബാക്കി ഡിപ്പാർട്ട്മെന്റ്സോടൊപ്പം. അതൊക്കെ എങ്ങനെയാണ്? സെപ്പറേറ്റ് ആണോ ക്ലാസ് എടുക്കുന്നത്? അല്ല, കോമൺ ആയിട്ട് ഡിപ്പാർട്ട്മെന്റ് കൂടി ഒപ്പിരുന്നിട്ട് മോർണിംഗ് സെക്ഷനായിട്ട് അനാട്ടമി ഫിസിയോളജി. ഓക്കെ. ഈ രണ്ട് ക്ലാസ്സും അങ്ങനെയാണ് എടുക്കുന്നത്. എങ്ങനെയാണ് ഹോസ്റ്റൽ ഫെസിലിറ്റീസ് ഒക്കെ എങ്ങനെയാണ്? ഹോസ്റ്റല് അത്യാവശ്യം സൗകര്യമുണ്ട്, കുഴപ്പമില്ല. എത്ര ബെഡ് ഷെയറിംഗ് ആ വരുന്നേ? ഡോമാണ് ഞങ്ങളുടെ. അപ്പൊ ഒരു 12 ആള്. ഓക്കെ. പക്ഷെ എന്നാലും വേറെ ഇഷ്യൂസോ ഒന്നുമില്ല. എല്ലാരും കംഫർട്ടബിൾ? എല്ലാരും അതിന് സഹകരിച്ചു പോകും. കുഴപ്പമില്ല. മെസ്സൊക്കെ എങ്ങനെയാടാ? മെസ്സ് നല്ല സൗകര്യമുണ്ട്. ഫുഡ് ഇപ്പൊ കുഴപ്പമില്ല. എങ്ങനെയൊക്കെയാ ഫുഡിന്റെ മെനു ഒക്കെ വരുന്നതെന്ന് പറഞ്ഞാൽ നോൺ വെജും വെജും അവൈലബിൾ ആണോ? നോൺ വെജ് ഉണ്ട്, വെജ് ഉണ്ട്. കുഴപ്പമില്ല, എല്ലാം ഹാപ്പിയാണ്. പിന്നെ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് ഒക്കെ എങ്ങനെയാണ്? ഇവിടെ ഉണ്ടോ? ഇപ്പൊ ഞാൻ വന്നപ്പോ എന്തോ ഫംഗ്ഷൻസ് ഒക്കെ നടക്കുന്നു. ഇൻട്രാ ഡിപ്പാർട്ട്മെന്റ്. ഓക്കെ. അപ്പൊ അതിലൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്തായിരുന്നു? എന്തായിരുന്നു പ്രോഗ്രാം ചെയ്തായിരുന്നു? ഓക്കെ. അപ്പൊ ബാക്കി ഇങ്ങനെ ഓണം ഫംഗ്ഷൻ, ക്രിസ്മസ് ഇതൊക്കെ വന്നിട്ട് വന്നോണ്ട് ഇപ്പൊ ക്രിസ്മസ് കിട്ടിയിട്ടുള്ളൂ. ക്രിസ്മസ് കിട്ടിയായിരുന്നു. എങ്ങനെ ഉണ്ടായിരുന്നു ഫംഗ്ഷനൊക്കെ? ഭംഗി, കൊള്ളാം, നന്നായിട്ട് ചെയ്തു. ഓക്കെ. നിങ്ങൾക്കും അതില് കോൺട്രിബ്യൂട്ട് ഉണ്ടായിരുന്നോ? പാർട്ടിസിപ്പേറ്റ് ചെയ്യണം. ഡാൻസ് അങ്ങനത്തെ ഉണ്ട്. ഓക്കെ. ചെയ്തായിരുന്നു? ചെയ്തിട്ടില്ല. ഓക്കെ. അപ്പോ എങ്ങനെയാണ് എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് ഇവിടെയൊക്കെ എങ്ങനെയാണ് വരുന്നത്? എക്സ്ട്രാ അത്യാവശ്യം പ്രോഗ്രാംസ് ഇവിടെ കോയമ്പത്തൂര് മറ്റേ കോളേജിനെ അപേക്ഷിച്ച് ഈ കോളേജിലുണ്ട്. നന്നായിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഹാപ്പിയാണ് ആ ഒരു കാര്യത്തിൽ? ഓക്കെ. ഇനി എല്ലാവരുടെയും ഒരു ഡൗട്ടാണ് ഇവിടുത്തെ സെക്യൂരിറ്റി കാര്യങ്ങൾ. ഇപ്പം നോർമലി സ്റ്റുഡൻസ് ചോദിക്കാറുണ്ട്, പ്രത്യേകിച്ച് പെൺകുട്ടികൾ ചോദിക്കാറുണ്ട്, സെക്യൂരിറ്റി എങ്ങനെയാണ്? ഇവിടുത്തെ സെക്യൂരിറ്റി കാര്യങ്ങൾ എങ്ങനെയാണ്? ഹോസ്റ്റൽ ഇൻസൈഡ് തന്നെയാണോ വരുന്നത്? പെൺകുട്ടികൾക്ക് സേഫ് ആണ്, ഒരു പ്രശ്നമില്ല. എങ്ങനെ ഹോസ്റ്റൽ വാർഡനൊക്കെ അവൈലബിൾ ആണ്? വാർഡൻ ഉണ്ട്. പുറത്തേക്ക് പോകണമെങ്കിൽ ഔട്ട് പാസ് വേണം. ലീവ് കിട്ടണമെങ്കിൽ മാമിന്റെ സൈന് വേണം. ഓക്കെ. അങ്ങനെയൊക്കെ എല്ലാം സിസ്റ്റമാറ്റിക് ആയിട്ടാണ് പോകുന്നത്. ഓക്കെ. ഇപ്പൊ നിങ്ങൾക്ക് സപ്പോസ് എന്തെങ്കിലും അസുഖമൊക്കെ വരികയാണെങ്കിൽ നിങ്ങൾ എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നത്? വാർഡന് കോൾ ചെയ്താ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും. ഓക്കെ. അപ്പൊ നമ്മൾ ആദിത്യയുടെ വിശേഷങ്ങൾ അറിഞ്ഞു, ഭയങ്കര ഹാപ്പിയാണ്. അപ്പൊ ഇപ്പോ നെക്സ്റ്റ് ഇയർ, അതായത് 2025-26 അക്കാഡമിയിലോട്ട് ഇപ്പൊ ആദിത്യ ചോദിക്കുന്ന സ്റ്റുഡൻസിനോട് മോക്ക് എന്തായിരിക്കും പറയാൻ പറ്റുന്നത്? ആദിത്യ നല്ലൊരു കോളേജാണ്, വരാൻ പറ്റുന്നത് വരിക. ഓക്കെ. അപ്പൊ എല്ലാം കൊണ്ട് ആള് നല്ല ഹാപ്പിയാണ്. അപ്പൊ നല്ലൊരു ബ്രൈറ്റ് ഫ്യൂച്ചർ കിട്ടട്ടെ. ഓക്കെ. ഇപ്പൊ അടുത്ത് കാണാം നമുക്ക്.